അത് രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കമൽ സാറിന്റെ ഗുണ എന്ന സിനിമയിലെ അഭിരാമി എന്ന പേരിലെ ക്യാരക്ടർ വെച്ചിട്ടാണ് അഭിരാമിയുടെ പേരാണ് വന്നിരിക്കുന്നത് ഒരു കഥ കൂടിയാണ് അല്ല എന്ത് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വന്ന പോലെയാണ് സ്പെഷ്യൽ വെൽക്കം ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഈ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോ തിരിച്ച് വീട്ടിൽ വന്ന് ആദ്യം അന്വേഷിക്കുന്ന അമ്മേനെയാണ് അല്ലെ, അമ്മയുടെ എന്നുള്ളൊരു ചോദ്യമാണ്. സോ ഒരുപാട് ഇൻഡസ്ട്രിയിലൊക്കെ പോയി ഒരുപാട് സിനിമകൾ വലിയ വലിയ ആൾക്കാരോട് ചെയ്ത് തിരിച്ച് വീട് ഈ അമ്മയുടെ അടുത്ത് വരുമ്പോ എന്താണ് തിരുവനന്തപുരത്ത് പറയാനുള്ളത്? ഞാൻ അതിനാണ് പറയാൻ ഉദ്ദേശിച്ചത്. ദയവേത് എന്നെ ഒരു വെൽക്കം പറയരുത്. ബിക്കോസ് ഇത് എന്റെ നാടാണ്, ഞാൻ ജനിച്ച് വളർന്ന തിരുവനന്തപുരമാണ്. ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് പോലെ തന്നെയാണ്. ഞാൻ ഈ കനോക്കുന്നിലൊക്കെ കളിച്ചു വളർന്ന ആളാണ്. ഞാൻ കൗടിയാളിലാണ് വളർന്നത്. സോ ഡെയിലി അച്ഛനും അമ്മയും എന്നെ എണീപ്പിച്ചിട്ട് വാക്കിങ്ങിനൊക്കെ കൊണ്ടുവരും. ഈ വേദിയിൽ തന്നെ ഞാൻ പല പ്രാവശ്യവും ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. ഇൻഫാക്ട് അതിനെല്ലാം ഉപരി ഞാൻ ഇന്ന് ഒരു അഭിനേത്രിയായിട്ട് ഇവിടെ നിൽക്കുന്നതിനും തിരുവനന്തപുരത്തിനും മലയാളികൾക്കും വലിയൊരു പങ്കുണ്ട്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഈ വളർച്ചയ്ക്ക് നിങ്ങളില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സോ അതിന് ഫസ്റ്റ് നന്ദി നിങ്ങളുടെ തന്നെയാണ് പറയേണ്ടത്. എൻ്റെ മലയാളികളുടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു ഗംഭീര സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പല വേദികളിലും നന്ദി പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. കഴിഞ്ഞൊരു രണ്ടാഴ്ചയ്ക്ക് മേളിലായി നമ്മൾ ഈ പടത്തിന്റെ പ്രൊമോഷൻസായി ഇന്ത്യ എമ്പാടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായി കലയ്ക്ക് എങ്ങനെ റെസ്പെക്ട് വഴി വഴിയെല്ലാം വെടിനടി പടുകുഴി പടുകുഴി തോട്ടോ എങ്കിൽ വാസോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളിൽ ഒരാളായിരുന്നു പറയാം. സംഭവം ഇതൊരു കോടിയിൽ പോരുന്ന പരിപാടിയാണ്. കാരണം നമ്മളവിടെ ഇരിക്കുന്നു, നമ്മളെ ഇങ്ങനെ പൊക്കി പറയാ, നമ്മുടെ ജീവിതം പറയാ, അത് കേൾക്കുക, അത് ആരെ മുന്നിൽ വെച്ച ഇത് എന്താ പറയാ, എനിക്ക് നമ്മള് കല്യാണത്തിന് നമ്മളൊരു ഉത്സാഹ കമ്മിറ്റി ഉണ്ടാവില്ലേ, കല്യാണത്തിന് തലേ ദിവസം കൊടുത്തൊരു കമ്മിറ്റി ഉണ്ടല്ലോ, അതിന്റെ ഒരു സന്തോഷത്തിന്റെ മോളായിരിക്കും. സത്യം പറഞ്ഞാൽ എന്റെ സിനിമ റിലീസാണ്, ഇന്റർലൈറ്റ് റിലീസ് മുമ്പുള്ള എന്റെ ഒരു ഈ ഗ്യാതറിംഗ് കാര്യങ്ങളെല്ലാം ഒരുപാട് സന്തോഷമാണ്. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം, അംഗീകാരം, എന്താ പറയാ, ഭയങ്കര സന്തോഷം, സ്നേഹം. താങ്ക് യു സോ മച്ച്. കമൽ സാർ, ഞാൻ എന്താ സാറിനോട് പറയുന്നതല്ല, കാരണം ഞാനൊരു 125ഓളം ചെറിയ വേഷങ്ങൾ തുടങ്ങി 125ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു മിനിറ്റാണ്. അപ്പോ ഇപ്പോഴും നമുക്ക് അഭിനയിച്ച് ശരിയാവാതെയാണ് ഞാൻ തുടങ്ങിയത്. പഠിച്ച് 2010 ആദ്യമായിട്ട് നിനക്കിത് ട്രൈ ചെയ്യാം എന്നൊരാൾ പറയുന്നത്. 2013 ഒരു ക്യാരക്ടർ കിട്ടി. 2018 ജോസഫ് എന്നൊരു സിനിമ സംഭവിച്ചു. കഴിഞ്ഞ വർഷം പണിയുള്ള ഒരു പടം ഡയറക്ട് ചെയ്തു. പക്ഷേ ഞാൻ തുറന്നു പറയാം, നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്നോട് ആരെങ്കിലും കൊള്ളാടെന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു അപ്രീസിയേഷൻ കിട്ടണമെന്ന് കൊതിക്കുന്ന ഒരാളാണ്. എനിക്ക് ആഗ്രഹിച്ച് കിട്ടാതെ ഇരുന്നപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്റെ മനസ്സിന് മുറിവുണ്ടായിട്ടുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് അതെന്റെ മനസ്സ് നിറഞ്ഞു, പൂർണ്ണമായി ഞാൻ സന്തോഷവാനായി. അത് കമൽ സാർ എനിക്ക് തന്ന ബ്ലെസ്സിങ്ങാണ്. ഒരു ചെറിയ വാക്കാണ്, എന്റെ പോലെ വളർന്നു വരുന്ന കലാകാരന്മാരെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ്, നീ നല്ലൊരു നടനാണല്ലോ. അത് ചെറിയ വാക്കല്ല.
ആര് പറയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ അത് ഒരുപാട് പേര് പറഞ്ഞു മലയാളികളായിട്ടുള്ളവർക്ക് അഭിമാനം തോന്നിയത്. ഞാനൊരു മലയാളിയാണ്. ആ മലയാളികളുടെ കൂടെ എല്ലാവരോടും ചേർന്ന് താങ്ക് യു പറയുന്നു. വളർന്നു വരുന്ന കലാകാരന്മാരോട് സീനിയേഴ്സ് കാണിക്കുന്ന ഈ ഒരു സ്നേഹം എന്നും നമ്മുടെ മലയാള സിനിമ, ലോക സിനിമയിൽ തന്നെ നിലനിൽക്കട്ടെ. ഇതൊരു എനിക്ക് കിട്ടിയൊരു അനുഗ്രഹവും അതിന് സന്തോഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. താങ്ക് യു സോ മച്ച്. ചേട്ടാ ഒരു ചോദ്യം ആക്ച്വലി ചോദിക്കാതെ വരിക. നല്ല ആങ്കറിംഗ് ആണ്. പൂവേ ചെമ്മോവേ പൊന്മാസം വരും വാസൽ എൻ വാസൽ പൂങ്കാവനം വായ്പേസിലും പുല്ലാകുഴൽ നീനാളുകൾ പൂവിൻ മകൾ. Thank you.